ഓക്കെ, ജേണൽ പ്രോപ്പറാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ജേണൽ പ്രോപ്പർ പറഞ്ഞാൽ നമ്മൾ മുകളിൽ പറഞ്ഞ അക്കൗണ്ട്സിലൊന്നും ഉൾപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ഈ ജേണൽ പ്രോപ്പറിലാണ് കൊടുക്കാറുള്ളത് കേട്ടോ. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിക്സ്ഡ് അസറ്റുകൾ സെയിൽ ചെയ്യുന്നതും ബൈ ചെയ്യുന്നതൊന്നും എവിടെ എൻട്രി ചെയ്യൂല, പർച്ചേസ് എൻട്രിയിലും സെയിൽസ് എൻട്രിയിലും എൻട്രി ചെയ്യൂല. സോ അതൊക്കെ നമ്മൾ എവിടെയാണ് കൊടുക്കാറുള്ളത്? ജേണൽ പ്രോപ്പറിലാണ് കൊടുക്കാറുള്ളത് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ഇതിൽ ഉൾപ്പെടുന്ന എൻട്രീസുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസുകൾ എന്ന് പറയുന്നത് ഓപ്പൺ എൻട്രി ആണ് ഒന്ന്, ദെൻ ക്ലോസിങ് എൻട്രി, ട്രാൻസ്ഫർ എൻട്രി, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി, ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രി, മിസലേനിയസ് എൻട്രി ആണ്. അപ്പോൾ ഇതിൽ ഓപ്പൺ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റും ലയബിലിറ്റിയെയും നമ്മൾ ഓപ്പൺ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അസറ്റും ലയബിലിറ്റീസിനെയും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സിലേക്ക് നമ്മൾ മാറ്റുമല്ലോ, അല്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുമല്ലോ, അതാണ് ഇവിടെ ഓപ്പൺ എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജേണൽ ഓപ്പണിംഗ് ന്യൂ സെറ്റ് ഓഫ് അക്കൗണ്ട്, പുതിയ സെറ്റ് ഓഫ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന എൻട്രിയാണ് ഓപ്പൺ എൻട്രി എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്താണ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ന്യൂ ഇയറിലായിട്ട് നമ്മൾ സമയത്ത് ഉള്ള എൻട്രിയാണ്. ഇവിടെ നമ്മൾ അസറ്റും ലയബിലിറ്റീസിനെയും നമ്മൾ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്സിലേക്ക് ക്രെഡിറ്റിംഗ് ആയിട്ടും ഡെബിറ്റായിട്ടും കൊടുക്കുന്ന ഒരു രീതിയാണ് ഓപ്പൺ എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്ലോസിങ് എൻട്രിയാണ്. ക്ലോസിങ് എൻട്രി പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഫൈനൽ അക്കൗണ്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ടെമ്പററി അക്കൗണ്ടായിട്ട് ക്ലോസിംഗ് ബാലൻസ് കൊടുക്കുമല്ലോ, അപ്പോൾ പാസ് ചെയ്യുന്ന എൻട്രിയാണ് ക്ലോസിംഗ് എൻട്രി എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എൻട്രി അത് അക്കൗണ്ടുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. അതാണ് ക്ലോസിംഗ് എൻട്രി. ദെൻ ട്രാൻസ്ഫർ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അഥവാ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊപ്പറേറ്റർ ആളുടെ സെൽഫ് യൂസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് പണം പിൻവലിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എൻട്രി എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഡ്രോയിങ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ആ ഡ്രോയിങ് അക്കൗണ്ട്സ് ലാസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ഡ്രോയിങ് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വീണ്ടും മാറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രീസുകളാണ് ട്രാൻസ്ഫർ എൻട്രി എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ഉള്ളത് ഡെബിറ്റ് ആക്കാനോ അല്ലെങ്കിൽ ഡെബിറ്റ് ഉള്ളത് ക്രെഡിറ്റ് ആക്കാനോ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി അങ്ങനെയല്ല കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി കേട്ടോ. കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല, പക്ഷേ ആ ഇയറിൽ നമ്മൾ എവിടെ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അങ്ങനെയുള്ളതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അക്രൂഡ് ബേസിസിലുള്ളതൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയിൽ ഇൻക്ലൂഡ് ആകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് റെക്ടിഫിക്കേഷൻ എൻട്രിയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് പോസ്റ്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെക്ടിഫിക്കേഷൻ എൻട്രിയിലാണ് കൊടുക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മിസലേനിയസ് എൻട്രിയാണ്. മിസലേനിയസ് എൻട്രിയിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഈ ഫിക്സ്ഡ് അസറ്റുകൾ ക്രെഡിറ്റിനാണെങ്കിൽ ഈ ഫിക്സ്ഡ് അസറ്റോ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്നത്, ക്രെഡിറ്റിന് സെയിൽ ചെയ്യുന്നത്, ഇതൊക്കെ ഫിക്സ്ഡ് അസറ്റുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ മിസലേനിയസ് എൻട്രി ആയിട്ടാണ് കൂട്ടാറുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ ഓണേഴ്സ് ഫോർ ഹിസ് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്ന ഗുഡ്സിൻ്റെ എൻട്രീസും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മിസലേനിയസ് എൻട്രീസിലാണ് കൊടുക്കാറുള്ളത്. പിന്നെ അതുപോലെ ലോസ് ഓഫ് ഗുഡ്സ്, തെഫ്റ്റ്, ആക്സിഡൻറ്റ്, ഫയർ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ ആക്സിഡൻറ്റ് സംഭവിച്ചാലോ ഒക്കെ നമ്മൾ അത്ര എൻട്രീസുകളുടെ മിസലേനിയസ് എൻട്രീസ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. ദെൻ സ്പെഷ്യൽ അലവൻസ് റിസീവ്ഡ് ഫ്രം സപ്ലയേഴ്സ് ഓർ കസ്റ്റമേഴ്സ്, ഇതും സ്പെഷ്യൽ അലവൻസ് റിസീവ് ചെയ്യുമല്ലോ, അതൊക്കെ നമ്മൾ മിസലേനിയസ്. പിന്നെ എൻഡോസ്മെൻ്റാണ് ഡിസോണേഴ്സ് ബില്ലുകൾ നമ്മൾ മടക്കി കൊടുക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതുമായിട്ടുള്ള ബില്ലുകൾ. അത് ബാഡപ്സ്, റൈറ്റ് ഓഫ് എ ബാഡപ്റ്റ് കിട്ടാക്കടം നമ്മൾ എഴുതി തള്ളുമല്ലോ, ഇതൊക്കെ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? മിസലേനിയസ് എൻട്രീസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എന്തുള്ളത് ഈ ഒരു ജേണൽ പ്രോപ്പറിൽ മുകളിൽ പറഞ്ഞത്. ഇപ്പോൾ ക്യാഷിന് പർച്ചേസ് ചെയ്തതും സെയിൽ ചെയ്തതും ക്യാഷിലാണ്, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റിലാണ്, റിട്ടേൺ കൊടുക്കുന്നത് റിട്ടേൺ ബുക്കിലാണ്, സെയിൽസ് ക്രെഡിറ്റിന് സെയിൽ ചെയ്യുന്നത് സെയിൽസ് ബുക്കിലാണ്, അതിന് നമ്മൾ റിട്ടേൺ കിട്ടുമ്പോൾ സെയിൽസ് റിട്ടേണിലാണ് കൊടുക്കുന്നത്. ഇനിയുള്ളതാണ് ജേണൽ പ്രോപ്പർ. ഈ മുകളിൽ പറഞ്ഞതിലൊന്നും ഉൾപ്പെടാത്ത കുറച്ച് എൻട്രീസുകളാണ് ഈ ജേണൽ പ്രോപ്പറിൽ ഉൾപ്പെടുന്നത്.
ഓപ്പണിംഗ് എൻട്രി ആയിട്ടും ക്ലോസിംഗ് എൻട്രി ആയിട്ടും ദെൻ അതുപോലെ മിസലേനിയസ് എൻട്രി ആയിട്ടും ട്രാൻസ്ഫർ എൻട്രി ആയിട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഒക്കെ എവിടെയാണ് ജേർണൽ പ്രോപ്പറിലാണ് കൊടുക്കാറുള്ളത് കേട്ടോ. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2-3 പ്രോബ്ലം കൂടി ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഇനി ഒരു 4-ാമത്തെ 5-ാമത്തെ അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞതൊന്ന് ഇത്രയും പ്രോബ്ലംസ് ഞാൻ ചെയ്ത് വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്ത് തരാം. അതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ.